മാങ്കൂട്ടത്തിൽ അനുകൂലികളുടെ അതിനിഷ്ഠൂരമായ സൈബർ ആക്രമണം നേരിടുകയാണ് അതിജീവിത. ആക്രമണം സഹിക്കാനാകാതെ അതിജീവിത ഇന്ന് പരാതി നൽകി. ചിത്രമടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് അതിജീവിതയെ സൈബർ ആക്രമണം നടത്താനുള്ള ആഹ്വാനങ്ങൾ രാഹുൽ അനുകൂലികളുടെ ഗ്രൂപ്പുകളിൽ തകൃതിയായി നടക്കുകയാണ്. IRT എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നടത്തിയ സൈബർ ലിഞ്ചിങ് ആഹ്വാനത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം പുറത്തു വന്നു കഴിഞ്ഞു. രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ഇരയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളുമായി ചാനൽ ചർച്ചകളിലും അഴിഞ്ഞാടുകയാണ്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ മാത്രം വിവേകശൂന്യനല്ല താനെന്ന് സന്ദീപ് വാര്യർ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഹോട്ട് ആൻഡ് ടോക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അതിജീവിതയെ വളഞ്ഞിട്ടാക്രമിക്കുന്നത് ആരാണ്? CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് K അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് AM രോഹിത് എന്നിവരാണ് ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം അരുൺകുമാറിലേക്ക് പോയാൽ, അരുൺ, ഇതുപോലൊരു ആക്രമണം നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് ദിലീപ് കേസിൽ അതിജീവിതയായ നടിക്കെതിരെയായിരുന്നു, ആക്രമിക്കപ്പെട്ട നടിക്കെതിരെയായിരുന്നു. ഈ രീതിയിൽ ഇതിന് സമാനമായ ഒരു ആക്രമണം കണ്ടത്. അതുമാതിരി ഒരു ഓർഗനൈസ്ഡ് സൈബർ ലിഞ്ചിങ്, ഒരു ഓർഗനൈസ്ഡ് സൈബർ ക്രൈം ഇപ്പോൾ നടക്കുന്ന കാര്യം താങ്കളുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുന്നില്ലേ? ഇതിന് സത്യത്തിൽ നമ്മൾ ഈ ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രതിനിധിയെ വിളിച്ചിരുത്തി അവർക്കുമേൽ ഈ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരടുത്ത് വെറുതെ ക്ഷോഭിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് ഈ ഒരു ദിവസമൊക്കെ എത്തിയപ്പോൾ തോന്നുകയാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനകത്ത് ഒരാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ സംഘടിതമായി ആക്രമണം അവർക്ക് നേരെ ഉണ്ടായാൽ അവരെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇവിടെ ഇത്തരത്തിലൊരു പരാതിയില്ല, അതുപോലെ ഇത്തരത്തിലൊരു അതിജീവിതയില്ല. എല്ലാം AI സൃഷ്ടിയാണ്. എല്ലാം വ്യാജമായി നിർമ്മിച്ച് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് എന്ന രൂപത്തിലാണ് ആദ്യഘട്ടത്തിലെല്ലാം പ്രചരണം നടന്നത്. 2025 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിലെല്ലാം അത്തരത്തിൽ ശക്തമായിട്ടുള്ളൊരു പ്രചരണം പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും സൃഷ്ടിച്ച് പ്രചരിപ്പിച്ചു. ആ സമയത്ത് തുടരെ ചോദിച്ച ചോദ്യം പരാതി എവിടെ എന്നതാണ്. അതിനുശേഷം പരാതി വന്നു. ആ പരാതി കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം നടക്കുന്നു. ഈ ഘട്ടത്തിൽ വളരെ ധൃതി പിടിച്ച് തന്നെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരത്തെ കോടതിയിൽ, സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്തു. ആ പരാതിയിൽ ആ ജാമ്യാപേക്ഷയിൽ കൃത്യമായി പറയുന്നു, ഇങ്ങനെ ഈ പെൺകുട്ടിയെ അറിയാം, പെൺകുട്ടിയായിട്ട് ശാരീരിക ബന്ധമുണ്ട്, തുടരെ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി എൻ്റെ ചാറ്റും അതുപോലെ തന്നെ വോയിസ് മെസ്സേജുകളുമെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ഇതിലെ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടിൽ തന്നെ കൃത്യമായി അഡ്മിറ്റ് ചെയ്യുന്നു, നിരന്തരമായിട്ടുള്ള ലൈംഗിക ബന്ധമുണ്ടായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അത് അതിരുവിട്ട് പോയിട്ടുണ്ട്, അതുപോലെ വോയിസ് മെസ്സേജ് ഉണ്ട്, ചാറ്റുകളുണ്ട് എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ അതിൽ പറയുന്ന ഒഫൻസുകൾ അട്രാക്ട് ചെയ്യുമോ എന്നതാണ്. ഇത്തരത്തിൽ ഭൂരിഭാഗവും അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിജീവിതയുടെ മൊഴി 10-15 പേജുള്ള മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും സാധൂകരിക്കുന്ന തെളിവ് ആ പെൺകുട്ടി തന്നെ ഹാജരാക്കിയിരിക്കുന്നു. ആ തെളിവുകൾ കൃത്യമായി പൊതുസമൂഹത്തിൽ വളരെ നേരത്തെ തന്നെ പ്രചരിപ്പിക്കപ്പെട്ടതാണ്. ഇവിടെ നിർബന്ധിതമായിട്ടുള്ള ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരുന്ന് കഴിക്കുന്ന കാര്യവും അതിനുവേണ്ടി നിർബന്ധിച്ച കാര്യവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോയിലൂടെ മരുന്ന് കഴിക്കുന്നത് ഉറപ്പുവരുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം തെളിവുകൾ പരാതിക്കൊപ്പം ഹാജരാക്കി എന്നുള്ള വിവരം ഇതിലെ ഒഫൻസുകളെല്ലാം വളരെ ശക്തമായി നിലനിൽക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിലെ പ്രതി ഒരു MLA ആയി ഇരിക്കുമ്പോഴാണ് ഈ ഒഫൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അധികാര സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് എന്നും ആ അധികാര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ BNS-ലെ വകുപ്പ് പ്രകാരം പേടിയും അതുപോലെ മിസ്കൺസെപ്ഷൻ ഓഫ് ആക്ടും പ്രകാരം നേടിയെടുത്ത കൺസെന്റുകൾ അത് കൺസെന്റ് എന്ന രൂപത്തിൽ പരിഗണിക്കാൻ കഴിയില്ല എന്നും അത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരും എന്നും ഇവിടുത്തെ നിയമം കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തൻ്റെ കൂടെയുള്ള കുറെ വെട്ടുകിളികളെ വെച്ച് അതിജീവിതയെ ആക്രമിക്കുക, അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ ആക്രമിച്ച് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കുറച്ചു നാളായി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണ പരമ്പര തുടരുകയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, KC വേണുഗോപാലിൻ്റെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലെ സ്ത്രീകളും പെൺകുട്ടികളെല്ലാം ഭയത്തിൽ തന്നെയാണ്, ഒരു വീട്ടിൽ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ വരുമ്പോഴും ഞങ്ങൾ ഭയത്തിലാണ് എന്ന രൂപത്തിലാണ് പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് 3 മണിക്കൂറിനുള്ളിൽ പിൻവലിച്ച്
ഒരിക്കലും പിന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാത്ത രൂപത്തിലേക്ക് KC വേണുഗോപാലിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് മാറേണ്ടി വന്നു. തൃക്കാക്കര MLA ഉമാ തോമസ് പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ മകനും 1.5 വയസ്സുള്ള പെൺകുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തി ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ എങ്ങനെ വീടുകളിലേക്ക് വിളിക്കും, വീട്ടിൽ വരാൻ അനുവദിക്കും എന്ന രൂപത്തിൽ കുറച്ചുകൂടെ കടുത്തി പറയുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും അടക്കം ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചവരെ മുഴുവൻ കൃത്യമായി മൗനം പാലിപ്പിക്കുന്ന തരത്തിലേക്ക് സൈബർ ആക്രമണം നടന്നു. VD സതീശനെ വരെ കേക്കച്ചൻ എന്ന് വിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ നടത്തിയ ആക്രമണ പരമ്പര നമ്മുടെ മുന്നിലുണ്ട്. ആ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുത്തവർ തന്നെ ഇപ്പോൾ അതിജീവിതയെ ക്രൂരമായി ആക്രമിക്കുന്നു, ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നു. അതുപോലെ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോയാൽ ഇതിലും ക്രൂരമായിട്ടുള്ള നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരും എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഇപ്പോൾ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയായിട്ട് വരുന്ന ആൾ തന്നെയാണല്ലോ സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യരടക്കം ഈ അതിജീവിതയുടെ ഫോട്ടോ ലീക്ക് ചെയ്ത് കിട്ടാൻ പാകത്തിനും അത് എത്തേണ്ടടുത്തൊക്കെ എത്തി എന്നറിയുമ്പോൾ സ്വന്തം പോസ്റ്റിലൂടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നുവെന്നും ഇന്ന ആളുകളൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് പിൻവലിച്ചു എന്നും പറഞ്ഞ് അതൊരു പോസ്റ്റാക്കി മാറ്റി ഇത്തരത്തിൽ ഈ സൈബർ കൂട്ടങ്ങൾക്ക് ഈ അതിജീവിതയെ ആക്രമിക്കാനുള്ള മാർഗം നിരവധി തെളിയിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ശ്രീ രാഹുൽ ഈശ്വറിന്റെ ഓരോ വാക്കും ഓരോ ഇടപെടലും ഈ കേസിൽ അതിജീവിതയെയും അവരുടെ കുടുംബത്തെയും അവരുടെ വ്യക്തി ജീവിതത്തെയും അവരുടെ എല്ലാ പ്രൈവസിയെയും ആക്രമിക്കുന്ന തരത്തിൽ തന്നെയാണ്. അതെല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഉൾപ്പെടെയുള്ള പല മാധ്യമ ചർച്ചകളിൽ പോകുന്ന ഇടതുപക്ഷ പ്രതിനിധികൾ രാഹുൽ ഈശ്വർ ഇരിക്കുന്ന ചർച്ചകളിൽ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം തനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം, ആ അനുഭവം പരാതിയായി തെളിവുകളുടെ അകമ്പടിയോടെ ഒരു പെൺകുട്ടി കൊടുത്താൽ അത് അന്വേഷണം നടക്കട്ടെ, സത്യം കണ്ടെത്തട്ടെ, കോടതി നീതിപൂർവമായിട്ടുള്ള വിചാരണ ഉറപ്പുവരുത്തട്ടെ, അങ്ങനെ സത്യം കണ്ടെത്തട്ടെ എന്ന് തീരുമാനിക്കുന്നതിന് പകരം ആ പെൺകുട്ടിയുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇടപെട്ട് വളരെ മോശമായി ആക്രമിക്കുന്നു. അതുപോലെ പ്രൈവസിയെ ലംഘിക്കുന്നു. അതുപോലെ മജിസ്ട്രേറ്റിന് മുന്നിൽ വരെ ആ പെൺകുട്ടി പൊടി കൊടുക്കാൻ ഇരിക്കുമ്പോൾ വരെ പലരേക്കും ഈ പല ആക്രമണം ഉന്നയിച്ചുകൊണ്ട് പലരിലും സ്വാധീനം ചെലുത്തുന്ന തരത്തിൽ ഒരു അന്വേഷണ പ്രക്രിയയെ സുതാര്യമായ നീതിന്യായ പ്രക്രിയ തന്നെ വെല്ലുവിളിക്കുന്ന ഇടപെടൽ നടത്തുകയാണ്. ഇവർ രണ്ടുപേരും നടത്തിയ പ്രവൃത്തി മറ്റു പലരും ഏറ്റെടുക്കുന്നത് നാം കാണുകയാണ്. ഒരു തെളിവുമില്ലെങ്കിൽ പോലും ഈ സോഷ്യൽ മീഡിയയിലെല്ലാം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും വെച്ച് ആക്രമണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ച ഇത്തരം പ്രവർത്തിക്കെതിരെയും നീതിന്യായ പീഠം ശക്തമായിട്ട് ഇടപെടേണ്ട, പോലീസ് ശക്തമായിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യമാണ്. പെൺകുട്ടി പരാതി കൊടുത്ത സ്ഥിതിക്ക് അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ശരിയായ മറുപടിയിലേക്ക് എത്തിയില്ല അരുൺകുമാർ. ഞാൻ അതിലേക്ക് തിരിച്ചെത്താം താങ്കളിലേക്ക്. ഇപ്പോൾ AM രോഹിത് കൂടി ചേരുകയാണ്. ശ്രീ AM രോഹിത്, കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ കൈയൊഴിയാൻ പറ്റുമോ? ഈ സൈബർ വെട്ടുകിളിക്കൂട്ടം അതിന് ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു വയ്ക്കുവാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഇവിടെ അവരെയൊക്കെ നിയന്ത്രിക്കുവാൻ പാർട്ടിക്ക് കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രിമിനൽ സംഘം ഈ വിധത്തിൽ അഴിഞ്ഞാടുന്നത്? അല്ല, ഇവിടെ ആദ്യമായിട്ട് വ്യക്തമാക്കേണ്ട കാര്യം, ഈ രാഹുൽ മാക്കൂട്ടത്തിന്റെ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ അത് വീണ്ടും വ്യക്തമാക്കുകയല്ല. തർക്കമില്ല. അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം സൈബർ ആക്രമണമാണ്. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇവിടെ ഇപ്പോ അതിജീവിതക്കെതിരെ ഉയർന്നു വരുന്ന സൈബർ ആക്രമണം ഇവിടെ ആരോപിക്കപ്പെടുന്ന രീതിയിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഔദ്യോഗിക ഹാൻഡിലുകളിൽ നിന്ന് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെ, ഏതെങ്കിലും പൊസിഷനിൽ ഇരിക്കുന്ന നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വം അതിജീവിതയെ അപമാനിക്കണം എന്ന തരത്തിലുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇതുവരെയായിട്ട് പൊതു മധ്യത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഈ രഞ്ജിത പുളിക്കൽ എന്ന് പറയുന്ന സ്ത്രീ, അവർ മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളല്ലേ, ജില്ലാ ഭാരവാഹിത്വം വഹിക്കുന്ന ആളല്ലേ? അവരല്ലേ നിരന്തരം വീഡിയോകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇരയെ അങ്ങേയറ്റം നികൃഷ്ടമായ ഭാഷയിൽ, നമുക്ക് ഈ ഫ്ലോറിൽ പറയാൻ പറ്റില്ല, ആ വിധത്തിലുള്ള ഭാഷയിൽ അവഹേളിക്കുന്ന വീഡിയോകൾ. എന്തുകൊണ്ട് നിയന്ത്രണം വരുന്നില്ല? മാത്രമല്ല ഈ IRT ഗ്രൂപ്പ്, ഈ IRT ഗ്രൂപ്പിലുള്ള അഡ്മിന്മാർ ആരൊക്കെയാണെന്ന് ഞാൻ പരിശോധിച്ചു. അത് നിങ്ങളുടെ KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിലുള്ള അംഗങ്ങളുണ്ട് അതിനകത്ത് അഡ്മിന്മാരായിട്ട്. അവരൊക്കെ തമ്മിലുള്ള ബന്ധം, ആ പൊക്കിൾക്കൊടി ബന്ധം എങ്ങനെ ഇങ്ങനെ ഒരു ചാനൽ ഫ്ലോറിൽ വന്നതെന്ന് അറുത്തുമാറ്റാൻ പറ്റും പെട്ടെന്ന്? ഇത് ഈ ബന്ധമില്ല എന്ന് എങ്ങനെ പറഞ്ഞു വയ്ക്കാൻ പറ്റുന്നു? അല്ലല്ലോ, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകൾ അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിൽ മുഖേനയാണ് വരുന്നത്.
കോൺഗ്രസ് പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്നത് KPCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ നമുക്ക് അറിയപ്പെടുന്ന നേതാക്കന്മാരാണ്. അപ്പൊ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ നിരവധിയായിട്ടുള്ള 10,000-കണക്കിന് വരുന്ന ആളുകളുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു പോഷക സംഘടനയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഒരു അഭിപ്രായം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രവർത്തക ഒരു അഭിപ്രായം പറഞ്ഞാൽ, അത് പാർട്ടിയുടെ അഭിപ്രായമാണ്, അത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ് എന്ന തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഇപ്പൊ ലക്ഷ്മിയെ ഇവിടെ സൂചിപ്പിക്കുന്ന ഈ IRT എന്ന് പറയുന്ന ഏതോ ഒരു ഗ്രൂപ്പ്, ഇപ്പൊ ഞങ്ങളുടെ ശ്രദ്ധയിൽ പോലും ഇത് വന്നിട്ടില്ല. ആ ഗ്രൂപ്പിനകത്ത് ആരൊക്കെയാണുള്ളത്, അവരുടെ പശ്ചാത്തലം എന്താണ്, അവർ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസുമായി സഹകരിക്കുന്ന ആളുകളാണോ, അതൊന്നും ഞങ്ങൾ ഇതുവരെയായിട്ട് അന്വേഷിച്ചിട്ടുമില്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുമില്ല. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ രോഹിത്, ഈ പ്രത്യേക സാഹചര്യത്തിൽ അത് അന്വേഷിക്കേണ്ടതല്ലേ? നിങ്ങളൊക്കെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നതാണ്, എവിടെയാണ് അതിജീവിതയായ പെൺകുട്ടി, എവിടെ, ഇതൊക്കെ വെറുതെ AI ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നിടത്ത് നിന്ന് ആ കുട്ടി ഒരു പരാതി തരട്ടെ, അപ്പോൾ നോക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളാണ്, നേതാക്കന്മാരാണ്. പക്ഷെ അപ്പോഴും പ്രതിപക്ഷ നേതാവിന് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അവർ പലയാവർത്തി അത് പറയുകയും ചെയ്തു. ഈ ഉറച്ച ബോധ്യത്തിൽ നിന്നെടുത്ത നടപടിയാണ്. അതിന് കേരളമാകെ ഇളകി വന്നാലും ഞാൻ അതിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. പക്ഷേ ഒരുപാട് നേതാക്കന്മാർക്ക് പിന്നെയും സംശയം, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ശരിക്കും ഇതാണോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും സംശയിച്ചിരുന്നിടത്ത് നിന്ന് ഒരു അതിജീവിത, അവർ മനോബലം സംഭരിച്ച് അവർ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും വന്ന് പരാതിയുമായി മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരെ ഈ രീതിയിൽ പിന്തിരിപ്പിക്കുന്ന, ഈ രീതിയിൽ സൈബർ ആക്രമണം നടത്തുമ്പോൾ ആരാണ് ഈ നടത്തുന്ന അണികളെ ആയാലും ഇത് നടത്തുന്ന കോൺഗ്രസ് അനുഭാവികളെ ആയാലും തിരുത്തേണ്ടത്? ആരാണ് ശക്തമായ ഒരു സന്ദേശം കൊടുക്കേണ്ടത്? ആരാണ് ശരിക്കും ആ അതിജീവിതയെ ചേർത്ത് പിടിക്കേണ്ടത്? അതിന് കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ലേ? അല്ല, ഇവിടെ ഇത്തരം ഒരു പരാതിയോ FIR ഒന്നുമില്ലാത്ത ഘട്ടത്തിൽ ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ഇപ്പോ പരാതി വന്നു, FIR വന്നു, അങ്ങനെ ഒരു ഘട്ടത്തിൽ പാർട്ടി എടുക്കുന്ന നിലപാട് എന്താണ്? ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംവിധാനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഇതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി MLA ആണ്, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള നിയമസഹായം കൊടുക്കുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഞങ്ങള് ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിയുടെ കൂടെ നിൽക്കാതെ ഇതിനകത്ത് അകപ്പെട്ടു പോയ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി അവർക്ക് നീതി ലഭിക്കണം എന്ന് പറയുന്ന സ്റ്റാൻഡാണ് ഇപ്പോഴും ഉള്ളത്. കൃത്യമായ നടപടി അദ്ദേഹത്തിനെതിരെ എടുത്തു. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. കൃത്യമായ നടപടിയെടുത്തു, ഓക്കെ, അത് വളരെ സംതൃപ്തികരമായ നടപടിയാണ്. നിങ്ങൾക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഗ്രേസ്ഫുള്ളായ ഒരു നടപടി തന്നെയാണ്. പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് പദവിയിൽ നിന്ന് മാറ്റി, പക്ഷേ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഈ സസ്പെൻഷനെല്ലാം പ്രഹസനമാക്കുന്ന വിധത്തിൽ അദ്ദേഹം വീട് കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്നു. അദ്ദേഹത്തിന് MP-മാരുടെ പിന്തുണ കിട്ടുന്നു. ഷാഫി പറമ്പിലെ പോലുള്ള ഒരു MP ഒന്നും ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹത്തെ തള്ളി പറഞ്ഞില്ല. അദ്ദേഹം മൂക്കിന് പരിക്കേറ്റ് കിടക്കുമ്പോൾ അവിടെ ആദ്യം ഓടി കാണാൻ ചെല്ലുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അവിടെ വീടുകൾ കയറി ഇറങ്ങി പാലക്കാട് വോട്ട് ചോദിക്കുന്നു. VK ശ്രീകണ്ഠനെ പോലുള്ളവർ എന്താണ് പ്രശ്നം, രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചോദിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. അങ്ങനെ കിട്ടുന്ന ഒരു സ്വീകാര്യത, അത് തന്നെയല്ലേ ഈ വെട്ടുകിളികൾക്ക് ഇന്ധനമാകുന്നത്? അല്ല, ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പൊ KPCCയും DCCയും അല്ലെങ്കിൽ ബ്ലോക്ക് മണ്ഡലം എന്നതാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സംവിധാനം എന്ന് പറയുന്നത്. ആ ഔദ്യോഗിക സംവിധാനത്തിൽ എവിടെയെങ്കിലും അദ്ദേഹത്തിന് യോജിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. ഏതെങ്കിലും നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചേർന്നിരുന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം MLA എന്ന നിലയ്ക്ക്, പാലക്കാട് നിയോജക മണ്ഡലത്തിലെ MLA എന്ന നിലയ്ക്ക് ആ പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തനം നടത്തുന്നത് അത് പാർട്ടിയുമായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല. പാർട്ടിയുടെ ഒരു വേദിയിലും ഈ സംഭവം ഉണ്ടായതിനു ശേഷം രാഹുൽ വന്നിട്ടില്ല എന്നത് വളരെ കൃത്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് 10,000-കണക്കിന് വരുന്ന ആളുകളുള്ള, മുഖമുള്ളതും മുഖമില്ലാത്തതുമായ ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ ഉയർന്നു വരുന്ന എല്ലാ ഉത്തരങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും കോൺഗ്രസ് പാർട്ടി മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല. കോൺഗ്രസിന്റെ ഔദ്യോഗിക സംവിധാനത്തിൽ നിന്ന് അതിജീവിതയെ ദുർബലപ്പെടുത്തുന്ന, അവരെ കേസിനെ തടസ്സപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ?
ലക്ഷ്മിക്ക് പറയാൻ പറ്റുമോ ഏതെങ്കിലും രോഹിത്, തരത്തിലുള്ള താങ്കൾക്ക് ഈ ഫ്ലോറിൽ നിന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ ഈ IRT ടീമിലുള്ള ഈ രീതിയിൽ ഒരു ഡോഗ് വിസിൽ നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ വിവാഹ ഫോട്ടോ എടുത്തിടുന്നു, അവർക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ടെക്സ്റ്റ് സഹിതം അവിടെയുണ്ട്. ഇത് നിങ്ങൾക്ക് ധൈര്യമുള്ളവർക്ക് ഇത് പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് അവർ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നു. അത് കറക്റ്റ് അപ്പോൾ തന്നെ കുറേ പേര് പോയി അതങ്ങ് പോസ്റ്റ് ചെയ്യുന്നു. ഇത് കണ്ടതാണ്. അതിൽ കോൺഗ്രസിൻ്റെ ആ ഡിജിറ്റൽ മീഡിയ സെല്ലിലുള്ള മനുഷ്യരുണ്ട് എന്നുള്ള കാര്യവും ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അതിനകത്തൊരു പരിശോധന നടത്താൻ ഇതുവരെയെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അതൊരു പരിശോധന ആവശ്യമുള്ള കേസല്ലേ ശരിക്കും? നിങ്ങളൊക്കെ ആവശ്യപ്പെടുമോ? നിങ്ങളെപ്പോലുള്ള യുവാക്കൾ ആവശ്യപ്പെടുമോ അങ്ങനെ പരിശോധന നടത്തി ഇത്തരത്തിൽ സൈബർ ലിഞ്ചിങ്ങിന് ആരെങ്കിലും നേതൃത്വം കൊടുത്താൽ അവരെ നമ്മുടെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നോ അതല്ലെങ്കിൽ നടപടിയെടുക്കണമെന്നോ നിങ്ങളൊക്കെ ആവശ്യപ്പെടുമോ? അതിനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അല്ല, ഇവിടെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെയുള്ള IRT എന്ന് പറയുന്ന ഗ്രൂപ്പ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഏതായാലും വന്നിട്ടില്ല. KPCCയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ ചുമതല വഹിക്കുന്നത് ഹൈബിയുടെ MP ആണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ അത് പരിശോധിക്കുന്നുണ്ടാവും. അതിൽ ഏതെങ്കിലും ആളുകൾ അത് ചുമതല വഹിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ എന്റെ ആദ്യ നിരീക്ഷണത്തിൽ IRT എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതിനകത്ത് എന്തൊക്കെ നടക്കുന്നു, അതിനകത്ത് ആരൊക്കെയാണുള്ളത്, അവർക്ക് കോൺഗ്രസ് ബന്ധമുണ്ടോ, അവർ ഈ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ ഏതെങ്കിലും സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടോ, അത് പരിശോധിക്കപ്പെടട്ടെ. കോൺഗ്രസിന് ഏതായാലും അതിന്റെ ഒന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയോ അത്തരത്തിലുള്ള ആളുകൾക്ക് എല്ലാവിധ സഹായം കൊടുക്കുന്ന പാർട്ടി നിലപാട് എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന വളരെ കൃത്യമായ നിലപാടാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുക. ശരി രോഹിത്, തിരിച്ചെത്താം. അരുൺകുമാർ, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ സിസ്റ്റത്തിനകത്ത് ഈ രീതിയിൽ പരാതിപ്പെടാനായി അതിജീവിതകൾ എത്തുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ എന്ത് തരത്തിലുള്ള ആക്രമണമാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന ഈ ആരോപണം വന്ന നിമിഷം മുതൽ കാണുകയാണ്. പലതരത്തിലുള്ള വെളുപ്പിക്കലുകൾ, പലതരത്തിലുള്ള PR എക്സസൈസുകൾ, അതിന് കാശ് മുടക്കി തന്നെ ചെയ്യുന്നു എന്ന് നമുക്ക് കൃത്യമായി ബോധ്യം വരുന്ന വിധത്തിൽ സിനിമാ താരങ്ങളെ അടക്കം മുൻനിർത്തിയുള്ള ഒരു PR ഓപ്പറേഷൻ, PR എക്സസൈസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ നമ്മൾ ഭയപ്പെടണമായിരുന്നു. ഒരു അതിജീവിത വന്നാൽ അവർ ഏത് തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം കൈകാര്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യം നമ്മൾ മുൻകൂട്ടി കാണണമായിരുന്നു, ഭയപ്പെടണമായിരുന്നു. പക്ഷേ ആ ഒരു മുൻകരുതൽ ഇല്ലാതെ പോയി എന്ന് തോന്നിയില്ലേ ഈ ദിവസങ്ങളിൽ കണ്ട, ഈ കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ കണ്ട ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ? അതിലേക്ക് വരാം. ഏതായാലും ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആരും അത്തരത്തിൽ ചെയ്തിട്ടില്ല എന്ന്. എങ്ങനെ പറയാൻ കഴിയും? ആങ്കർ എന്ന രൂപത്തിൽ അങ്ങ് തന്നെ ഒരു പേര് പറഞ്ഞല്ലോ, രജിത പുളിക്കൽ. അവരുടെ പ്രൊഫൈലിൽ തന്നെ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവുമാണ്. എത്ര മോശമായിട്ടാണ് ഓരോ പോസ്റ്റുകൾ അവർ നിർമ്മിച്ചിട്ടിരിക്കുന്നത്, അവരുടെ സ്വന്തം പേജിലിട്ടിരിക്കുന്നത്. പൊതുവെ ഇത് വായിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത്തരം ചർച്ചകളിൽ. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ കല്യാണ ഫോട്ടോ അടക്കം പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതുവരെ അതൊന്നും പിൻവലിച്ചിട്ടില്ല. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും അതാണ് ഷെയർ ചെയ്ത് 100 ഷെയറുകൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഇത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇവർ ഇപ്പോഴും നേരിട്ടും അല്ലാതെയും ഇതിലെ അതിജീവിതയെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഭയപ്പെടുത്തുന്നതിന് ഒരർത്ഥമുണ്ട്. കാരണം ഇനി ഫോറൻസിക് പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സഹകരിക്കേണ്ടത് ഈ അതിജീവിതയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സ് എല്ലാം ഹാജരാക്കി കൊടുക്കേണ്ടതും ഈ അതിജീവിത തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ അന്വേഷണ സംഘം അപ്രോച്ച് ചെയ്യുമ്പോൾ ഭയത്താൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിൽ നിന്ന് അവരെ പരമാവധി പിന്തിരിപ്പിക്കുക. അതുപോലെ കുടുംബത്തെ തന്നെ ആക്രമിക്കുകയും അതുപോലെ അടുത്ത സുഹൃത്തുക്കളെയൊക്കെ ആക്രമിക്കുമ്പോൾ ഇതിൻ്റെ തെളിവുകൾ ഹാജരാക്കാൻ ഈ പെൺകുട്ടിക്ക് ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള പിൻബലവും കിട്ടാതിരിക്കുക. അതാണ് ഇവരുടെ ലക്ഷ്യം. കേരളത്തിലെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, KPCCയുടെ മുൻ പ്രസിഡന്റ് സുധാകരൻ 3 ദിവസം മുമ്പ്, സുധാകരൻ 3 ദിവസം മുമ്പ് എന്താ പറഞ്ഞത്? കോൺഗ്രസ് പാർട്ടി അവനെ അവിശ്വാസമൊന്നുമില്ല, ഞാൻ ഇതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ചു, അയാൾ നിരപരാധിയാണ് എന്നതാണ് അദ്ദേഹം 2 ദിവസം മുമ്പ് പറഞ്ഞത്. ഇന്നത് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ശ്രീ അടൂർ പ്രകാശ് UDFന്റെ കൺവീനറാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഈ ഇരയെ പറഞ്ഞു വിട്ടത് സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഇലക്ഷൻ കാലത്ത് ഉണ്ടാക്കുന്ന ഓരോ കെണി എന്ന രൂപത്തിലാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മകളുടെ പ്രായമല്ലേ ഇതിലെ അതിജീവിതയ്ക്കുള്ളൂ. ആ അതിജീവിത തനിക്കുണ്ടായ അനുഭവം തെളിവുകൾ സഹിതം കൃത്യമായി അന്വേഷണ ഏജൻസിക്ക് മുമ്പേ പറയുമ്പോൾ എങ്ങനെ പറയാൻ കഴിയും ഇതൊരു കെണിയാണ്,
സ്റ്റോറി ഉണ്ടാക്കലാണ് എന്നൊക്കെ എങ്ങനെ പറയാൻ കഴിയുമെന്നതാണ്. ഓരോ നേതാക്കന്മാരുടെ പ്രസ്താവന എടുക്കുക. ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, വളരെ മുമ്പ് തന്നെ നിരവധി പരാതികൾ ഇതിനകത്ത് ഒരു അതിജീവിതയല്ല ഉള്ളത് എന്നറിയാം. പലതരത്തിലുള്ള പരാതികൾ പാർട്ടിയുടെ കൈവശം തന്നെ ഇരിപ്പുണ്ട്. അത് പ്രതിപക്ഷ നേതാവിന്റെ അടുക്കൽ തന്നെ എത്തിയ പരാതികളുണ്ട്. ആരും നിയമത്തിന്റെ വഴി സ്വീകരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നിയമത്തിന്റെ വഴി ഒരാൾക്ക് സ്വീകരിക്കണമെങ്കിൽ അവർക്ക് ആ സിസ്റ്റത്തിൽ കോൺഫിഡൻസ് വേണം. നമുക്ക് ഈ നാട്ടിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാം എന്ന് പറയുന്ന ഒരു ധൈര്യം വേണം. പക്ഷേ ആ ധൈര്യം ചോർന്നു പോകുന്ന തരം പ്രവർത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് തടയുവാൻ, കൃത്യസമയത്ത് നിയന്ത്രിക്കുവാൻ, അതിനെയൊക്കെ ഈ സോഷ്യൽ മീഡിയ സ്പേസിൽ നിന്നെങ്കിലും നീക്കം ചെയ്യുവാൻ എന്തുകൊണ്ടോ നമ്മുടെ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടില്ല. നമുക്ക് കോൺഗ്രസ് പാർട്ടിയെ കുറ്റം പറയുന്നതിനൊപ്പം തന്നെ തിരിഞ്ഞു നിന്ന് നോക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇവിടുത്തെ സൈബർ വിങ് ഈ തരത്തിൽ ഒരു എഫിഷ്യൻസി ഇല്ലാതെ പോകുന്നത് അവർക്ക് എന്ന് തോന്നിപ്പോവുകയാണ്. ആ പോസ്റ്റുകളൊക്കെ ഈ വിധം എങ്ങനെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത്? അതൊന്ന് നീക്കം ചെയ്യുവാൻ എന്താണ് പറ്റാത്തത് നമുക്ക്? അതിൽ ഒരു തരത്തിലും നമ്മൾ വിഷമിക്കേണ്ടതില്ല. അന്വേഷണ ഏജൻസി അതിശക്തമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിജീവിത എന്ന വാക്ക് നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ ഉപയോഗിച്ചത് ഒരു സിനിമാ താരത്തെ അപകീർത്തിപ്പെടുത്തുന്ന, ആക്രമിക്കുന്ന സംഭവത്തിലാണ്. ആ സംഭവത്തിൽ ഉൾപ്പെടെ അതിനുശേഷം പുറത്തു വന്ന നിരവധി കേസുകളിൽ ഉൾപ്പെടെ സൈബർ വിങ് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുകയും ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് എന്നതുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാം എന്ന് വിചാരിക്കുന്നവരെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്തരത്തിലുള്ള പോസ്റ്റിങ്ങുകൾ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് അടുത്ത കാലത്ത് വന്ന കേസുകളിലെല്ലാം നമുക്കത് കാണാം. ഇപ്പോൾ ഈ പെൺകുട്ടി തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ പരാതി കൊടുത്ത സാഹചര്യത്തിൽ ആ കേസ് ശക്തമാകും, അന്വേഷണം ശക്തമാകും. പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പോസ്റ്റിങ്ങുകളെല്ലാം ഡിലീറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറും. കാരണം IT നിയമത്തിന്റെ ഒരു പരിമിതികൾ നമുക്കുണ്ട്. വലിയ തരത്തിൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുവാനും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും ഓരോ വകുപ്പുകളുടെ പ്രത്യേകതയും അതിൻ്റെതായിട്ടുള്ള തെളിവ് ശേഖരണത്തിന്റെ ഒരു അനന്തമായിട്ടുള്ള സാധ്യതയും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഡിജിറ്റൽ കൃത്യമായിട്ട് തന്നെ അതിൽ പരിശോധന നടത്തി ഫോറൻസിക് പരിശോധനയിലൂടെ വ്യക്തമാകണം. ഇപ്പോൾ ഇതിൽ തന്നെ ചാറ്റിങ്ങുകൾ എൻ്റേതായിട്ട് വന്നത് അതിജീവിത സ്റ്റോക്ക് ചെയ്ത് വെച്ചു, അത് കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്ത് വച്ചു എന്നത് ബെയിൽ ആപ്ലിക്കേഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പ്രതിയുടെ ഫോൺ വേണം, അതിജീവിതയുടെ ഫോൺ വേണം. ഈ ഫോൺ കൃത്യമായി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം, തെളിവുകൾ ശേഖരിക്കണം. അങ്ങനെ ഓരോ ഘട്ടങ്ങളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തുന്ന, തൻ്റെ അനുഭവം വിശദീകരിക്കുന്ന പെൺകുട്ടികളെ സോഷ്യൽ മീഡിയ വഴി ആക്രമിച്ചങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവർക്ക് ചുട്ട മറുപടി കൊടുക്കുന്ന, അവരെ കൃത്യമായി തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന ഇൻവെസ്റ്റിഗേഷൻ നടക്കും. നിയമപരമായിട്ടുള്ള പ്രക്രിയയുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം നിരവധി ആളുകളുണ്ട്, പലരെയും ഭയപ്പെടുത്തുകയാണ്. ഇപ്പൊ ഏറ്റവും ആദ്യം തന്നെ മറ്റൊരു താരം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക ഇതിന്റെ ആദ്യ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിച്ച കോൺഗ്രസ് പ്രവർത്തക തന്നെയായിരുന്നു. എത്ര ക്രൂരമായിട്ടാണ് അവരെ ആക്രമിച്ചത്. ഈ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ പണ്ട് ഉയർന്നു വന്ന പല കേസുകളിലും ഉൾപ്പെട്ട സ്ത്രീകളുടെ തല വെട്ടിമാറ്റി ഈ പെൺകുട്ടിയുടെ തല വച്ചൊക്കെ എത്രയോ കോൺഗ്രസ് പ്രൊഫൈലുകളിൽ തന്നെ വാർത്ത വന്നത് എൻ്റെ മുന്നിലുണ്ട്. അത്തരം സാഹചര്യങ്ങളിലെല്ലാം ധൈര്യത്തോടെ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് രംഗത്ത് വരാനും അവരുടെ അനുഭവങ്ങൾ വിശദീകരിക്കുവാനും ഉള്ള അവസരമൊരുക്കുക എന്നതാണ് അന്വേഷണ ഏജൻസിയുടെയും ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം എന്തു വന്നാലും നിർവഹിക്കും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം തെളിവ് ശേഖരണം ഏറ്റവും ശക്തമായിട്ട് നടക്കുകയാണ്. ഒരിക്കലും ഇത്തരം പ്രതികളെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കില്ല. ഇത്തരത്തിൽ ഭയപ്പെടുത്തിയാൽ അങ്ങനെ കീഴ്പ്പെട്ടു പോകുന്നവരല്ല ഈ കേരളത്തിലെ സ്ത്രീകൾ എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ നാട് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഈ അതിജീവിതമാർക്ക് ധൈര്യത്തോടെ അവർക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്തുവാനും ആ അനുഭവം കൃത്യമായി നിയമപരമായി കേസാക്കി മാറ്റുവാനും അന്വേഷണം ശക്തിപ്പെടുത്തുവാനും അവർക്ക് എല്ലാ തരത്തിലുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ധൈര്യം കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ അന്വേഷണ ഏജൻസിക്കും പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ മലയാളികൾക്കും എല്ലാം ഉള്ളത്. ആ കടമ അവർ നിർവഹിക്കും. അതുകൊണ്ട് ഒരു തരത്തിലും ഈ അതിജീവിതയ്ക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അവർക്ക് ധൈര്യം കൊടുത്ത് അവരോടൊപ്പം നിൽക്കുന്നവർക്കും നിരാശപ്പെടേണ്ടി വരില്ല. ഇത് കേരളം ഭരിക്കുന്നത് സഖാവ് പിണറായി വിജയനാണ്. ആഭ്യന്തര വകുപ്പ് അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നിമിഷങ്ങൾക്കകം തന്നെ ഈ പരാതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്തു, കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ തന്നെ സൈബർ വിങ് ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും പൂർത്തീകരിച്ച് 3-ാം തീയതി ഈ കേസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ എല്ലാ തെളിവുകളും ബഹുമാനപ്പെട്ട സെഷൻസ് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോവുകയാണ്. അതുകൊണ്ട് ഒരു ഫോൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഏത് അന്വേഷണത്തെയും തകർത്ത് കളയാം എന്ന് വിചാരിക്കുന്ന രാഹുൽ ഈശ്വർമാർ
ഏറ്റവും വലിയ പ്രതിസന്ധിയെ തന്നെ നേരിടേണ്ടി വരും, വലിയ പ്രതിരോധത്തെ തന്നെ നേരിടേണ്ടി വരും. ഇത് കേരളമാണ് എന്നതാണ് അവരോട് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും രാഹുൽ ഈശ്വർമാർക്ക് സ്പേസ് കൊടുക്കാതിരിക്കുക, അവരോട് സംവാദത്തിന് പോകാതിരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട ശരിയായ രാഷ്ട്രീയമെന്നും തോന്നുന്നു അരുൺകുമാർ. രോഹിത്തിലേക്ക് പോയാൽ, രോഹിത്ത്, ഇതിനകത്ത് ഞാൻ ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന, മനസ്സിലാക്കുന്ന, ഞാനെന്നല്ല എല്ലാ മാധ്യമപ്രവർത്തകർക്കും തോന്നുന്ന കാര്യമാണ്, ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടി ഒരു തരത്തിലും പ്രതിരോധത്തിൽ നിൽക്കേണ്ട, പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട ഒരു പാർട്ടി അല്ല. സത്യത്തിൽ ഈ വിഷയത്തിലൊന്നും ഈ ഘട്ടത്തിൽ മറുപടി പറയേണ്ട ആവശ്യം പോലും കോൺഗ്രസ്സിന് ഉണ്ടാവില്ല. പക്ഷേ അതിൽ ചിലർ ഉണ്ടാക്കിയെടുക്കുന്ന, കോൺഗ്രസ്സിന് ശരിക്കും വച്ചിരിക്കുന്ന കെണി, നിങ്ങൾ അടൂർ പ്രകാശ് പറഞ്ഞില്ലേ CPM-ന്റെ കെണിയാണിത് എന്ന്. ഇത് ശരിക്കും അതിജീവിതയായ പെൺകുട്ടിയല്ല കെണിയായിരിക്കുന്നത്. നിങ്ങളുടെ തന്നെ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന, പാർട്ടിക്കകത്ത് നിൽക്കുന്ന നേതാക്കന്മാർ, അടൂർ പ്രകാശിനെ പോലുള്ള ആളുകളാണ് കോൺഗ്രസിന് കെണി വെച്ചിരിക്കുന്നത്. വളരെ കൃത്യമായി നടപടിയെടുത്തു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മേൽ കേസ് വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ബേജാറാകുന്നത്? എന്തിനാണ് ഇങ്ങനെ വെട്ടുകിളികളെ അഴിച്ചുവിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ നോക്കുന്നത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ തള്ളിപ്പറയുവാൻ ആർക്കും തന്നെ പറ്റുന്നില്ല? അപ്പോൾ കോൺഗ്രസ് പാർട്ടി പോലും ഈ വെട്ടുകിളികളെ ഭയപ്പെടുന്നുണ്ടോ എന്ന് സംശയം തോന്നും. ഈ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ ഭയന്നിട്ടാണ് ഓരോ നേതാക്കന്മാരും സംസാരിക്കുന്നത്. ഈ സിസ്റ്റത്തെ ആകെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി കൈവശപ്പെടുത്തി വച്ചിരിക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിലാണ് സൈബർ ഇടങ്ങളിലെ കോൺഗ്രസ് അനുഭാവികളുടെയും മറ്റും പ്രതികരണം. താങ്കൾക്കൊക്കെ അതിനകത്ത് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെയൊക്കെ ഒരു മനസ്സ് ശരിക്കും എന്താണ്? ഇതിനകത്ത് ശരിക്കും രാഹുൽ ഗാന്ധി പറയുന്ന സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണെങ്കിൽ നിങ്ങളായിരുന്നു ആദ്യം അതിജീവിതയെ ചേർത്ത് പിടിക്കേണ്ടത്. അതെന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത്? അവർക്കൊരു സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് പോലും ഒരു സപ്പോർട്ട്, ഒരു പോസ്റ്റ് എഴുതുവാൻ ആർക്കും പറ്റാത്തത് എന്തുകൊണ്ടാണ് രോഹിത്? അല്ല, ആ അതിജീവിതയെ ചേർത്ത് പിടിച്ചിട്ടില്ല എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ വിഷയം ഉണ്ടായി, ഇതിന് ശേഷം പരാതി വന്നു, FIR വന്നു. ആ ഘട്ടത്തിലൊക്കെ കോൺഗ്രസ് ഇതിനെ സ്വാഗതം ചെയ്യുകയും അന്വേഷണത്തിന്റെ തരത്തിൽ നടക്കട്ടെ എന്നും ഒരു ഘട്ടത്തിലും ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. പരാതി ആർക്കെതിരെയാണോ ഉയർന്നു വന്നിട്ടുള്ളത്, അത് പാർട്ടിയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള MLA ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന് മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്കുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സഹായം കൊടുക്കില്ല എന്ന് ഞങ്ങൾ മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ കടന്നൽ ആക്രമണം അതൊക്കെ പറയുമ്പോൾ ഈ പേരൊക്കെ സംഭാവന ചെയ്ത ആളുകള് ഇടതുപക്ഷത്തിന്റെ ആളുകളാണല്ലോ. ഇവർ നടത്തിയ സൈബർ അറ്റാക്ക്, ഇപ്പോ ലക്ഷ്മി തന്നെ ഇതിന്റെ ഇരയായി നിൽക്കുന്ന ഒരാളല്ലേ. ഇവിടെ ഈ വിഷയം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ആദ്യമായിട്ട് ലക്ഷ്മിക്ക് നേരെ നടന്നിരിക്കുന്ന സൈബർ അറ്റാക്ക് എന്തുമാത്രമായിരുന്നു? അതിൽ പരാതി കൊടുത്തിട്ട് സർക്കാർ ആ വിഷയത്തിനകത്ത് എന്ത് നിലപാട് സ്വീകരിച്ചു? ഈ ആളുകൾക്കെതിരെയുള്ള സൈബർ അറ്റാക്കിനെ LDF എന്നോ UDF എന്നോ കക്ഷി രാഷ്ട്രീയമായിട്ട് കാണാനല്ല ഇതിനെ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഞാനും താങ്കളും ഒരുപക്ഷെ അരുൺകുമാറും ഒക്കെ സൈബർ ആക്രമണത്തിന് വിധേയരായിട്ടുണ്ടാകാം. നമ്മളുടെ ഒന്നും പൊസിഷനിൽ നിൽക്കുന്ന ആളല്ല ഈ അതിജീവിത എന്നുള്ള കാര്യം ഓർക്കണം. അവരൊരു പരാതിയുമായി, അവർ എത്രയോ വലിയ ട്രോമയെ അതിജീവിച്ച് വന്ന ഒരു സ്ത്രീയാണ്, യുവതിയാണ്. അവർക്കിത് നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് അത് ഒട്ടും തന്നെ നമുക്ക് അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. മറ്റതെല്ലാം അംഗീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് നേരെ നടന്നതിനെ അംഗീകരിക്കാൻ പറ്റും എന്നല്ല. പക്ഷേ ഒരിക്കലും ചെയ്തുകൂടാൻ പാടില്ലാത്ത സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. ക്രിമിനൽ ഒഫൻസ് അല്ലേ ആ നടക്കുന്നത്? അവർ ആ പരാതിയുമായി രംഗത്ത് വരുമ്പോൾ നിങ്ങൾ അവരെ മാത്രമല്ല ദ്രോഹിക്കുന്നത്, ഒരുപാട് പേര് നമ്മളങ്ങനെ അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടാൽ ഒരുപാട് പേര് അവരുടെ വഴിയിൽ വന്ന് ആ നിയമവഴി സ്വീകരിച്ച് പരാതിപ്പെടാൻ നിൽക്കുന്ന ഒരുപാട് പേരെ അത് പിന്തിരിപ്പിക്കും. അത് ഈ കേസിൽ മാത്രമല്ല, ഒരുപാട് കേസുകളിൽ അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇവിടെ ഇത്തരം അക്രമങ്ങൾ, സൈബർ അറ്റാക്കുകൾ എല്ലാ മനുഷ്യർക്കെതിരെയും നടന്നിട്ടുണ്ട്. അവിടെ എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ്. ഇത് അവസാനിപ്പിക്കുവാൻ വേണ്ടി, ഇത് ഇന്ന് പുതുതായി അതിജീവിതക്കെതിരെ തുടങ്ങി വെച്ചൊരു കാര്യമല്ല. ഇത് എന്നേക്കുമായി ഉണ്ടാകാൻ പാടില്ല. ഇന്നലെയും ഉണ്ടാകാൻ പാടില്ല, നാളെയും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഗവൺമെന്റ് എന്ത് പൊസിഷൻ സ്വീകരിക്കുന്നതാണ്? മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടതിന്റെ പേര് 120ഓളം വരുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത ഒരു സംവിധാനമുള്ള സംസ്ഥാനമാണ് നമ്മള്. പക്ഷെ ഇന്നിപ്പോ കോൺഗ്രസ് പാർട്ടിയിലേക്ക് അല്ലല്ല CPI-യിലേക്ക് ഞാൻ പറയട്ടെ CPI വിട്ട് കോൺഗ്രസിലേക്ക് കടന്നു വന്ന
ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ, അവർക്ക് നേരെ നിങ്ങൾ നടത്തിയ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് കൊടുത്ത പരാതിയിൽ ഈ സർക്കാർ എന്താണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പൊ ഇവിടെ ഈ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്കിൽ ഈ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇവിടെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ആദരണീയായ ഉമ്മൻചാണ്ടി സാറിന്റെ മകൾക്ക് നേരെ നടന്ന സൈബർ അറ്റാക്ക്, അതുപോലെ തന്നെ കെ രമയ്ക്ക് നേരെ നടന്ന അതിഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്ക്, ആ വിഷയത്തിലൊന്നും ഒരു നിലപാടും ഇവർ സ്വീകരിക്കാതെ ഇപ്പൊ കോൺഗ്രസ് കുറെ ആളുകൾ, മുഖമില്ലാത്ത കുറെ ആളുകൾ വന്നുകൊണ്ട് കോൺഗ്രസിന്റെ പേരിലേക്ക് ഇത് പഴിചാരാമെന്ന് വെച്ചാൽ അതിനൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ വിഷയത്തിനകത്ത് മുഖമില്ലാത്ത ആളുകളല്ല, കോൺഗ്രസിന്റെ ഭാരവാഹിത്വം അടക്കം വഹിക്കുന്ന ആളുകളുണ്ട്. രഞ്ജിത പുളിക്കൽ അടക്കം അവകാശപ്പെടുന്ന സ്വഭാവമുള്ള ഒരാളും, ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു കോൺഗ്രസ് നേതാവും ഈ വിഷയത്തിൽ അതിജീവിതക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് അങ്ങനെ ഔദ്യോഗിക സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുവാനുള്ള വഴി നോക്കുമോ? അതിനുള്ള സമ്മർദ്ദം നിങ്ങളൊക്കെ ശക്തമാക്കുമോ? പാർട്ടി ആ തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയെ ദുർബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ആ തരത്തിൽ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ പാർട്ടിയുടെ ഔദ്യോഗിക തലത്തിലുണ്ടെങ്കിൽ അത് പാർട്ടി സംവിധാനം തന്നെ പരിശോധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ ഏതായാലും ഇടതുപക്ഷത്തിനെ പോലെ ആ തരത്തിൽ ആളുകളെ സപ്പോർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇതിന് പ്രതിയേർക്കപ്പെട്ട ആളുകൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ചരിത്രം ഏതാനും ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. ഇതിന് പറഞ്ഞു വെക്കാം, ഞാൻ LDF UDF തർക്കത്തിലേക്ക് പോവുകയല്ല. ഈ വിഷയത്തിലൊന്നും ധാർമ്മികപരമായിട്ട് അഭിപ്രായം പറയാൻ അരുൺകുമാറിനൊന്നും അവകാശമില്ല. PK ശശിനെയൊക്കെ സംരക്ഷിച്ച പാരമ്പര്യമുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് കൃത്യമായ നിലപാട് തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം വ്യക്തിപരമായി നടത്തിയ വേട്ടക്കാരനൊപ്പം സഞ്ചരിച്ചിട്ട് നിങ്ങൾ ഈ ചരിത്രപരമായിട്ടുള്ള വിശകലനമൊക്കെ നടത്തുമ്പോൾ ഈ കെ സുധാകരൻ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. ഇത്രയും നല്ല പയ്യനില്ല, നാഷണൽ അവാർഡ് കൊടുക്കേണ്ട പയ്യനാണ്. രേഖയൊക്കെ ഞാൻ പരിശോധിച്ചു, ഒരു തെളിവും അദ്ദേഹത്തിനെതിരെ ഇല്ല എന്ന് 2 ദിവസം 48 മണിക്കൂറായില്ല പറഞ്ഞിട്ട്, 48 മണിക്കൂറായില്ല കെ സുധാകരൻ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുകയല്ലേ ഇതെല്ലാം കെണിയാണ്, ഇലക്ഷൻ സമയത്തുള്ള കെണിയാണെന്ന്. ഒരേ സമയത്ത് 2 കൂട്ടരും നടക്കുകയാണ്. ഇരയ്ക്കും വേട്ടക്കാരനൊപ്പം നടക്കുന്ന കോൺഗ്രസ്. ഇതൊക്കെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. ആരൊക്കെയാണ് സൈബർ ആക്രമണം നടത്തുന്നത് ബോധ്യമുണ്ട്. ഇതൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. ഈ കേരളത്തിന്റെ പോലീസിന്റെ കരുത്ത് നിങ്ങൾ കാണും, വരും ദിവസങ്ങളിൽ കാണാം നമുക്ക്. ശരി രോഹിത്, അരുൺകുമാർ വളരെയധികം നന്ദി. പക്ഷെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, ഇതിനകത്ത് അതിജീവിത നേരിടുന്നത് സമാനതകളില്ലാത്ത ആക്രമണമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിന് ഏതെങ്കിലും ഒരു കടിഞ്ഞാൺ ഇടുക തന്നെ വേണം എന്ന കാര്യത്തിലും ഒരു സംശയം വേണ്ട. രണ്ടുപേർക്കും നന്ദി ചർച്ചയ്ക്ക് പങ്കെടുത്തതിന്.